എന്നെ തെറി വിളിച്ചപ്പോൾ ആളുടെ അച്ഛനെ ജസ്റ്റ് ഞാൻ വിളിച്ചു. അത് മാത്രമല്ലാണ്ട് ഞാൻ വേറെ ഞങ്ങൾ ഇത്രയും ഇതിൽ ഞങ്ങൾ പുറത്തിറങ്ങുമ്പോൾ ഞങ്ങൾക്ക് എന്തൊരു നാണക്കേടായിരിക്കും ലാലേട്ടാ. ഇല്ല, ഞങ്ങൾ രണ്ടുപോലും ചെയ്യില്ല. സത്യം, രണ്ടാള് ചെയ്യില്ലെന്ന് എങ്ങനെയാ പറയുന്നത്? ഗോഡ് പ്രോമിസ്, ഞങ്ങൾ ചെയ്യില്ല. പ്ലീസ് ലാലേട്ടാ, പ്ലീസ് ലാലേട്ടാ. നമുക്ക് മനസ്സിലാകും, നമുക്ക് നമ്മൾ രണ്ടാളും ഗെയിമറായതുകൊണ്ടാണ് നമുക്ക് ശത്രുക്കൾ. അപ്പൊ ഇത്രയും സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഉള്ള ജിൻഡോന്റെ പ്രതികരണം ഇപ്പൊ കണ്ട്. അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് എല്ലാവരും ഒരുപാട് എക്സൈറ്റഡ് ആയിരുന്നു കാണാനെന്ന് അറിയാന്ന് വെച്ചാൽ അങ്ങനത്തെ 2 കിണ്ണം കാച്ചി പ്രൊമോ ആണ് ഏഷ്യാനെറ്റ് പുറത്തുവിട്ട്. അപ്പൊ എന്തായാലും പ്രൊമോയിസിനോടെ പ്രോമിസ് എന്നാണ് നമ്മൾ എപ്പോഴും പറയാറ്. അപ്പൊ ഇന്നത്തെ പ്രൊമോ എന്തായാലും അവര് നമുക്ക് തന്ന എക്സ്പെക്ടേഷൻ ഉള്ള സംഭവം നമുക്ക് എന്തായാലും തിരിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂ ആണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ ഇടക്കാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. അപ്പോൾ എന്നോട് പലരും ചോദിച്ചിരുന്നത് എന്തുകൊണ്ടാണ് ജിൻഡോനെ ഇത്ര ഇഷ്ടമെന്ന്. അപ്പോൾ ഇതാണ് എനിക്ക് ജിൻഡോനെ ഇഷ്ടപ്പെടാനുള്ള കാരണം. അതായത് എന്നെ സംബന്ധിച്ചോളം എൻ്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ ഞാൻ പറയുന്നതാണ്, ഞാൻ ഈ ഒരു ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഷോ കാണുന്നത് ഒരു ക്ലിയർലി പ്യുവർലി എൻ്റർടൈൻമെൻറ്റ് എന്നുള്ളൊരു പർപ്പസിന് വേണ്ടി മാത്രമാണ്. അല്ലാണ്ട് അതിൻ്റെ മേലെ ഫാൻ ഫൈറ്റ് അങ്ങനത്തെ കാര്യങ്ങളോട്ടൊന്നും ഞാൻ പോയി ചിന്തിക്കാറില്ല. നമ്മൾ ഇതൊരു ഷോ കാണുമ്പോൾ നമുക്ക് അതിൽ നിന്ന് എൻ്റർടൈൻമെൻറ്റ് കിട്ടുന്നുണ്ടോ ഇല്ലയോ. അപ്പോൾ എന്നെ സംബന്ധിച്ചോളം എനിക്ക് ഇതിൽ നിന്ന് ചിരിക്കാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. മെയിൻലി എനിക്ക് കിട്ടുന്നത് ഈ ജിൻഡോൻ്റെ അടുത്ത് നിന്ന്. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ജിൻഡോനോട് ഇത്ര ഇഷ്ടവും. കാര്യമായാലും പറയുന്ന ഒരുപാട് പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇമാതിരി ഡയലോഗ് ഇടയ്ക്ക് കയറി വരുമ്പോൾ അത്രയും നേരം വന്ന ദേഷ്യം കംപ്ലീറ്റ് പോകും. ഇപ്പോൾ എന്തായാലും ഇന്നത്തെ എപ്പിസോഡിൽ ആര് എപ്പിസോഡ് തൂക്കിയെന്നുള്ള ചോദ്യത്തിന് ഒറ്റ ഉത്തരവുള്ളൂ, ലാലേട്ടൻ തകർത്തു. അതായത് കഴിഞ്ഞ വീക്കിൻ്റെ എപ്പിസോഡിൽ വന്നപ്പോൾ നമ്മൾ വിചാരിച്ചു ലാലേട്ടൻ ഓൺ ഫയർ, അടുത്ത് ഇനി ഇതുപോലൊരു എപ്പിസോഡ് ഇനി കിട്ടില്ല എന്ന് വിചാരിച്ചു. പക്ഷേ കഴിഞ്ഞ വീക്കെൻഡിനേക്കാൾ ഒരുപാട് മേലെ നിൽക്കുന്ന ടൈപ്പ് ഒരു എപ്പിസോഡാണ് നമുക്കിന്ന് കിട്ടിയത്. അതായത് ലാലേട്ടൻ ഒരാളെ പോലും വിടാണ്ട് എല്ലാവരെയും നമ്മളെന്തൊക്കെ ചോദിക്കണമെന്ന് വിചാരിച്ചു ആ കാര്യങ്ങളെല്ലാം ചോദിച്ചു. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സംസാരിച്ചിരുന്നു ഈ ഗ്യാസിൻ്റെ ഇഷ്യൂ. മറ്റ് സീസണുകളിലൊക്കെ ഭയങ്കര ഇഷ്യൂ ആയിട്ടുള്ള, ഹൗസിൻ്റെ അകത്ത് ഭയങ്കര ഇഷ്യൂ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഗ്യാസിൻ്റെ പേരും പറഞ്ഞുണ്ടാകുന്ന പ്രശ്നങ്ങൾ. അപ്പോൾ ഈ ഒരു സീസണിൽ ഗ്യാസിൻ്റെ ഇത്രയും വലിയൊരു സംഭവം, അതായത് നോബ് ഓണായി കിടന്നിട്ട് ഇത്രയും വലിയൊരു കണ്ടന്റ് അവർക്ക് കിട്ടിയിട്ട് ഹൗസിൽ ഒരാൾ പോലും അത് വേണ്ട രീതിയിൽ യൂസ് ചെയ്തില്ല എന്നുള്ളതാണ്. അതിനെപ്പറ്റി ആരും ബോധർ ചെയ്തില്ല. ഇവരാരും വേറെ സീസണുകളൊന്നും കണ്ടിട്ടില്ലേ. ഇങ്ങനത്തെ ഇത്രയും സെൻസിറ്റീവ് ആയുള്ള ഇഷ്യൂ ഒക്കെ അവരെങ്ങനെയാണ് ഡീൽ ചെയ്തത്, എന്തൊക്കെ പ്രശ്നങ്ങൾ അതിനെ തുടർന്ന് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നൊക്കെയുള്ള ഇതൊന്നും ഇവർക്ക് അറിയില്ലെന്ന് തോന്നുന്നു. അതോ ഇനി ജാസ്മിൻ ഇത് അറിഞ്ഞിട്ട് ജാസ്മിനാണ് മെയിനായിട്ട് അന്നത്തെ വിഷയം വളരെ നൈസായിട്ട് സ്മൂത്ത് ചെയ്ത് ഡീൽ ചെയ്ത് വിട്ടത്. ജാസ്മിനാണ് പറഞ്ഞത് ഇത്ര വലിയ ഇഷ്യൂ ആക്കേണ്ട വിട്ടേക്കെന്നുള്ള രീതിയിൽ സംസാരിച്ച് വേറെ ആരും അത് കാര്യമാക്കാൻ പോയില്ല. അന്നേ ഡൗട്ട് ഉണ്ടായിരുന്നു. നമുക്ക് എന്തായാലും ലൈവ് ഒന്നും കാണാൻ പറ്റിയില്ല, ആരാണ് ചെയ്തത് നമുക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ എനിക്ക് അന്നേ ഡൗട്ടുണ്ടായിരുന്നു ജാസ്മിൻ തന്നെ ആയിരിക്കുമെന്ന്. നമ്മൾ പ്രതീക്ഷ പോലെ തന്നെ എനിക്ക് തോന്നുന്നു ജാസ്മിൻ അത് എവിടെയൊക്കെ ഉള്ളിൻ്റെ ഉള്ളിലൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, ജാസ്മിൻ തന്നെ ആയിരുന്നു അത് ഓണാക്കിയിട്ട് എന്നുള്ളൊരു ഡൗട്ട് ജാസ്മിൻ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ജാസ്മിൻ അല്ലെങ്കിൽ ജാസ്മിൻ ഈ കാര്യത്തിലേക്ക് കയറി പൊട്ടിത്തെറിക്കുന്നുണ്ടായിരുന്നു. ജാസ്മിനൊക്കെ വളരെ മാന്യതയോട് കൂടി ഇതൊക്കെ വിട്ടുകൾ, അതൊക്കെ നിസ്സാര പ്രശ്നമല്ലേ എന്ന് പറഞ്ഞപ്പോഴേ നമ്മൾ സംശയിക്കണമായിരുന്നു ജാസ്മിനെ. അപ്പോൾ ജാസ്മിൻ എന്തായാലും അതിനുള്ള ഇത് എന്തായാലും കിട്ടിയിട്ടുണ്ട്. വലിയൊരു സമ്മാനം ലാലേട്ടൻ കൊടുക്കുകയും ചെയ്തു. അപ്പോൾ ലാലേട്ടൻ ആ സമ്മാനം കൊടുത്തപ്പോൾ അത് എന്തിനാണെന്നും കൂടി അറ്റ്ലീസ്റ്റ് ഒന്ന് പറഞ്ഞു കൊടുക്കായിരുന്നു. എനിക്കിപ്പോൾ തോന്നുന്ന ഡൗട്ട് അത് ഗ്യാസ് കുട്ടിയാണെന്നും പറഞ്ഞ് ഗ്യാസ് ചെയ്യുമ്പോഴത്തെ കത്തിക്കാണ്ടിരുന്നാൽ മതി. ജാസ്മിൻ ആയതോട് നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. പിന്നെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്തിരുന്ന വേറൊരു കാര്യമാണ് ദുർവാസാവ്, അതായത് നമ്മുടെ ജാൻമണിയുടെ കേസ് ലാലേട്ടൻ ചർച്ച ചെയ്യോ ഇല്ലയോ എന്നുള്ളൊരു ചോദ്യം നമുക്കുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും അത് നാളത്തേക്ക് മാറ്റിയിട്ടുണ്ട്. അതായത് ലാലേട്ടൻ അത് നിസ്സാരമാക്കി കാണാനായിട്ട് എന്തായാലും ഉദ്ദേശിച്ചിട്ടില്ല. നാളത്തെ എപ്പിസോഡിൽ അതായത് ഇന്നത്തെ വിഷയങ്ങളെല്ലാം തീർത്ത് നാളെ അതിനെപ്പറ്റി നല്ല രീതിയിൽ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ജാൻമണി ഇന്നലെയൊക്കെ ലൈവ് കണ്ടവർക്ക് മനസ്സിലായി, രാത്രിയൊക്കെ ഫുൾ കരച്ചിലായിരുന്നു. അതായത് വീക്കെൻഡായി ലാലേട്ടൻ വരും, താൻ ചെയ്ത തെറ്റുകളൊക്കെ പറ്റി അത്യാവശ്യം നല്ല ബോധം ജാൻമണിക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പേരിൽ ഇന്നലെ മുതൽ കരഞ്ഞ് നടക്കുകയാണ് രാത്രി. എല്ലാവരും അൻസുബ ആയാലും എവിക്റ്റായ യമുന ആയാലും ഇവരെല്ലാവരും പുറകെ ചോദിച്ചു നടക്കുകയായിരുന്നു ആരാണ് പ്രശ്നം ഉണ്ടാക്കിയത്, എന്തിനാണ് കരയെന്നൊക്കെ ചോദിച്ചു നടന്നിട്ട് പറയാണ്ട് ഓടി നടന്ന് കരയുന്ന ഒരു ജാൻമണിയാണ് ഇന്നലെ തന്നെ ലൈവിലൊക്കെ കാണാൻ പറ്റിയത്. അപ്പോൾ ജാൻമണിക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ട്, ഈ ചെയ്ത് കൂട്ടിയതും പറഞ്ഞു കൂട്ടിയതൊക്കെ പുറത്ത് നല്ല രീതിയിൽ പോയിട്ടുണ്ടാവും, അത് ലാലേട്ടൻ ചോദിക്കും എന്നുള്ളൊരു ഐഡിയ ഉണ്ട്. പ്രത്യേകിച്ച് ശ്രീരേഖ, ഹൗസിലെ വേറെ ആരും കാണിക്കാത്ത ധൈര്യമാണ് ശ്രീരേഖ കാണിച്ചത്. ശ്രീരേഖ ഇതിനെ ചോദ്യം ചെയ്യും, നല്ല രീതിയിൽ അത് എടുത്ത് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ജാൻമണി അത് മനസ്സിലാക്കിയിട്ടുണ്ടാവണം. അതുകൊണ്ട് തന്നെയാണ് ജാൻമണി ഇന്നലെ മുതൽ ഭയങ്കര ഇമോഷണലായിട്ട് നടക്കുകയാണ്. അപ്പോൾ ലാലേട്ടൻ വന്നത് ചോദിച്ചപ്പോഴേക്കും ജാൻമണിയുടെ ഫേസൊക്കെ നൈസായിട്ട് മാറി. അതെപ്പോഴാണ് അടുത്ത പണി കൊടുക്കുന്നത്, അതിനെപ്പറ്റി നമുക്ക് പിന്നെ സംസാരിക്കാം. എപ്പിസോഡിൻ്റെ അവസാനം എടുത്ത് പറയുകയും ചെയ്തു അതിനെപ്പറ്റി നമ്മൾ നാളെ എന്തായാലും ചർച്ച ചെയ്യുന്നതാണെന്ന്. അപ്പോൾ ലാലേട്ടനെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല. അതായത് ഭയങ്കര മോശമായിട്ടുള്ള കാര്യമാണ് ശപിക്കുക എന്നൊക്കെ പറയുന്നത്. ഇമോഷണലാവാം, ദേഷ്യം വരാം, എന്ത് വേണമെങ്കിലും പറയാം. പക്ഷേ അതിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട്. വെറുതെ അല്ല ഈ സീസണിൽ ഇത്രയും മോശം കമൻറ്റുകൾ വന്നെന്ന് ലാലേട്ടൻ പറഞ്ഞത്. അങ്ങനത്തെ കണ്ടന്റുകളാണ് നമുക്ക് എല്ലാവരുടെ കയ്യിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ ഗബ്രി ജിൻഡോ വിഷയം അത് നമ്മൾ എപ്പിസോഡിലൊന്നും കണ്ടിട്ടില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അത് ലൈവ് കണ്ടവർക്ക് അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് മനസ്സിലാവും. അതായത് എനിക്ക് തോന്നുന്നു ഒരു മണിക്കൂറോളം
വേറെ സൗണ്ടൊന്നും ഉണ്ടായില്ല, ഈ ബീപ്പ് സൗണ്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ലൈവിൽ. അങ്ങനത്തെ രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഫൈറ്റിൻ്റെ റിസൾട്ടാണ് നമ്മൾ കണ്ടത്. അല്ലാണ്ട് എപ്പിസോഡിൽ വന്ന ഫൈറ്റുകളും കാര്യങ്ങളൊന്നും അല്ല. നല്ല രീതിയിൽ ജിൻഡോ തന്നെ പറയുന്നുണ്ട്, ചെറുതായിട്ട് ഞാൻ തന്നെ കുളിച്ചുള്ളൂ എന്നത് വളരെ സിമ്പിളായിട്ട് പറയുന്നുണ്ട്. ശരിക്കും വലിയ വിഷയമാണ്, അത് നിസ്സാര കാര്യമല്ല അത്. പക്ഷെ അത് ജിൻഡോ പറയുമ്പോൾ അതെന്തോ അറിയില്ല, അത് ഒരു തമാശ രീതിയിലാണ് വരുന്നത്. അത് എന്താണെന്നറിയില്ല, ആളുടെ പ്രത്യേകതയാണോ എന്നതൊന്നും മനസ്സിലാവുന്നില്ല. അപ്പം ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഇഷ്യൂ ആയിട്ടുള്ള കാര്യങ്ങളാണ്. വേറെ സീസണിലെ വേറെ കണ്ടസ്റ്റന്റുകളൊക്കെ ആയിരുന്നെങ്കിൽ അത് മതി, അതിൽ പിടിച്ചങ്ങ് കയറി വലിയ വിഷയമായി കഴിഞ്ഞാൽ. പക്ഷേ അത് ജിൻഡോ ആയതുകൊണ്ടാണ് തോന്നുന്നത് ഇതൊക്കെ ഒരു തമാശ രീതിയിൽ പോകുന്നുണ്ട് നമ്മുടെ ഈ സീസണിൽ. ഇന്നത്തെ എപ്പിസോഡിൽ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന വേറൊരാളുണ്ട്, നോറ. അതായത് നോറ ചെയ്തത് ശരിയാണോ തെറ്റാണോ, അതായത് ഹൗസിലുള്ള എല്ലാവരോട് ചോദിച്ചല്ലോ ഇവരെ തിരിച്ചു കൊണ്ടുവരണോ വേണ്ടേ, നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ള രീതിയിൽ ചോദിച്ചപ്പോൾ ഹൗസിൽ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് തിരിച്ചു കൊണ്ടുവരണം എന്ന് പറഞ്ഞപ്പോൾ അതായത് ഒട്ടുമിക്കവരും ജിൻഡോയെ പറഞ്ഞിട്ടില്ല. ജിൻഡോ പുറത്തു പോയ സമയത്ത് പോലും എല്ലാവരും ഫോക്കസ് ചെയ്ത് പോയത് ഗബ്രിയുടെ അടുത്തേക്കാണ്. ഗബ്രിയെ ആശ്വസിപ്പിക്കാനും കാര്യങ്ങളൊക്കെ ജിൻഡോ ഒറ്റക്ക് മാറി നിൽക്കുന്ന ഒരു സിറ്റുവേഷനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒരു പരിധിവരെ പുള്ളിയോട് ഹൗസിലുള്ളവർക്ക് എല്ലാവർക്കും ഒരു ഹേറ്റ് ഉണ്ടെന്ന് തെളിയിക്കുന്ന സിറ്റുവേഷൻസ് ആണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് രണ്ടുപേരെയും അല്ല, അവർ ഉദ്ദേശിച്ച ഗബ്രിയെ തിരിച്ചുകൊണ്ടെന്നാണ്. ഇവരൊക്കെ പുറത്ത് പറയുന്നുണ്ടെങ്കിൽ ഉള്ളിൻ്റെ ഉള്ളിൽ പോകണമെന്ന് തന്നെ ആയിരിക്കുള്ളൂ. എന്തൊക്കെ പറഞ്ഞാലും ഇവർ എതിരാളികളല്ലേ, പോകണം തന്നെ ആയിക്കോളൂ. പക്ഷേ അത് പുറത്ത് കാണിക്കാൻ പറ്റില്ലല്ലോ, മാന്യത വിട്ടുള്ള കളി പാടില്ലല്ലോ. അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നത്. അതിൽ ചങ്കുറ്റത്തോടെ എന്ന ഒരു കാര്യം എനിക്ക് പറയാനുള്ള കാര്യം കാണിച്ച നോറ തന്നെയാണ്. അവരെ തിരിച്ച് കൊണ്ടുവരണ്ടെന്ന് പറയാനായിട്ട് വേറെ ആളും കാണിക്കാത്ത ധൈര്യം, അതിനെ അപ്രീഷിയേറ്റ് ചെയ്യാൻ വേണം. ഒരുപാട് പേർക്ക് അത് ചിലപ്പോൾ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല, നോറ കാണിച്ചത് ശരിയല്ല തെറ്റാണെന്നൊക്കെ ഒരുപാട് പറയാൻ ചാൻസ് ഉണ്ട്. പക്ഷേ നോറ ചെയ്തത് കറക്റ്റാണ്. അതായത് അവിടെ പോയിരിക്കുന്നത് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാനോ വേറെ റിലേഷൻഷിപ്പ് ഉണ്ടാക്കാനോ ഒന്നുമല്ല, അവിടെ പോയി ഇരിക്കുന്നത് കളിക്കാനാണ്. അതായത് ബിഗ് ബോസ് ഹൗസിന് ഒരുപാട് വിന്നേഴ്സ് ഒന്നുമില്ല, ആ ഒരൊറ്റ വിന്നറേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ ഒരു ഒറ്റ സ്ഥാനത്തോട്ട് എത്തുകയെന്ന് വെച്ചാൽ ബാക്കി എല്ലാവരെയും തട്ടിക്കളഞ്ഞ് മുകളിലെത്തിയാലേ അത് നടക്കുള്ളൂ. അപ്പോൾ ആ ഒരു രീതി, ആ ഒരു ഫോർമാറ്റ് കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് തന്നെയാണ് നോറ കാണിച്ചത്. അതായത് അവിടെ നിൽക്കുന്ന എത്ര സ്നേഹമുള്ള ആളാണെങ്കിൽ പോലും അവർ എതിരാളിയാണ്. അപ്പോൾ തിരിച്ച് കൊണ്ടുവരേണ്ട ആ വഴി പോകണ ഒരു അവസരം കിട്ടിയത് വേണ്ട രീതിയിൽ യൂസ് ചെയ്തത് നോറ തന്നെയാണ്. അത് കറക്റ്റാണ്, അതിനൊന്നും പറയാൻ പറ്റില്ല. നോറയുടെ ഗെയിം പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ എന്തോ ആയിക്കോട്ടെ, പക്ഷേ അവിടെ ഇന്ന് നോറ കാണിച്ച ആ ഒരു ധൈര്യം അത് നമുക്ക് എതിർക്കാൻ പറ്റില്ല, കറക്റ്റാണത്. അതാണ് ചെയ്യേണ്ടത്, അങ്ങനെ വേണം ഗെയിം കളിക്കാൻ. ഇപ്പോൾ നമ്മുടെ മലയാള സീസണിൽ മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു ഇതുപോലെ ഷുഗർ കോട്ട് ചെയ്തുള്ള സംസാരവും കാര്യങ്ങളൊക്കെ. ബാക്കിയുള്ള സീസൺ ഇപ്പോൾ തമിഴാണെങ്കിലും ഹിന്ദിയൊക്കെ ആണെങ്കിലും നല്ല റൂഡായിട്ട് തന്നെ പറയും എല്ലാവരും. നോറ പറഞ്ഞതിനേക്കാൾ റൂഡായിട്ട് ബാക്കി എല്ലാവരും പറയും. അങ്ങനത്തെ സിറ്റുവേഷനാണ് ചെന്നെത്തുക. പക്ഷെ നമ്മുടെ മലയാള സീസണിൽ അങ്ങനെയില്ല. അവർക്ക് അതായത് ഒരു പരിധിവരെ എല്ലാവരും ഇമേജ് കോൺഷ്യസ് ആയിട്ട് തന്നെ നിൽക്കുന്നത്. പിന്നെ ബിഗ് ബോസ് ഹൗസിൻ്റെ അകത്തായതുകൊണ്ട് ഇടയ്ക്ക് കൺട്രോൾ പോയിട്ട് കിട്ടുന്ന കണ്ടന്റുകളാണ് നമുക്ക് കൈ കിട്ടുന്നത്. എത്രയൊക്കെ അഭിനയിക്കാൻ ശ്രമിച്ചാലും ഒറിജിനൽ ക്യാരക്ടർ പുറത്തു വരുന്ന സിറ്റുവേഷൻ ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ ഇവരെല്ലാവരും ഒരാളെ എടുത്ത് പറയാനില്ല, എല്ലാവരും ഇമേജ് കോൺഷ്യസ് ആയിട്ട് തന്നെ കളിക്കുന്ന ആളുകളാണ് നമ്മുടെ മലയാള സീസണിലുള്ളത്. ഇന്നത്തെ എപ്പിസോഡിൽ ഉണ്ടായിരുന്ന ഒരു അന്യായ കോമഡി എന്ന് പറഞ്ഞാൽ യമുന എവിക്റ്റ് ആയ സമയത്ത്, യമുന എവിക്റ്റ് ആയത് നമുക്കൊരു അതായത് ഒരു ഫ്രഷ് ആയിട്ടുള്ള ന്യൂസ് അല്ല. എന്തായാലും കഴിഞ്ഞ ആഴ്ച നോമിനേഷൻ ലിസ്റ്റ് വന്നപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു ഈ ആഴ്ച യമുന പോകുന്നു. അപ്പോൾ അത് നമുക്കൊരു പുതുമയുള്ള കാര്യമല്ല. അപ്പോൾ എന്തായാലും പ്രതീക്ഷിച്ചിരുന്ന കാര്യം തന്നെയാണ് നടന്നത്. അപ്പോൾ അതിൽ വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കിലും അവിടെ കരഞ്ഞ് മെഴുകി ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ ഒരാളാണ് ജാൻമണി. സത്യം പറഞ്ഞാൽ ജാൻമണി അവിടെ ഹൃദയം തകർന്ന് കരയുകയാണെങ്കിലും ഇവിടെ കാണുന്ന ഓരോ പ്രേക്ഷകരും ഉള്ളിൽ ചിരിക്കായിരിക്കുള്ളൂ. അമ്മാതിരി കോമഡി കരച്ചിലായിരുന്നു. ബിഗ് ബോസിനെ പറ്റി ഇടുന്ന കമന്റുകളും കാര്യങ്ങളെല്ലാം അവിടെ എത്തുന്നുണ്ടെന്നുള്ളൊരു കാര്യത്തിന് പ്രൂഫായിട്ട് നിന്ന് ഒരു കമന്റ് അവിടെ വായിച്ചത്. അപ്പോൾ എന്തായാലും നല്ലൊരു കമന്റ് തന്നെയാണ് വായിച്ചത്. കഴിഞ്ഞ സീസൺ ഈ സീസണൊക്കെ തമ്മിലുള്ള ഒരു കമ്പാരിസൺ മോഡൽ പറ്റിയ ഒരു നല്ല രീതിയിൽ സോർട്ട് ചെയ്തെടുത്തൊരു കമന്റ് തന്നെയായിരുന്നു. അപ്പോൾ അതിനർത്ഥം നമ്മളൊക്കെ പറയുന്നത് നമ്മുടെ പ്രതികരണമൊക്കെ അവിടെ എത്തുന്നുണ്ട്. അപ്പോൾ നമ്മൾ പ്രേക്ഷകരുടെ ഒരു അഭിപ്രായത്തിനൊരു വാല്യൂ നൽകുന്നുണ്ടെന്നുള്ളതിന് പ്രൂഫാണത്. അപ്പോൾ എല്ലാവരും അതിനെപ്പറ്റിയൊക്കെ നല്ല രീതിയിൽ കമന്റ് ഇടാൻ നോക്കിക്കോ. അടുത്ത ആഴ്ച ചിലപ്പോൾ നിങ്ങളുടെ കമന്റൊക്കെ ആയിരിക്കും അവർ എടുത്ത് വായിക്കുക. അപ്പോൾ എല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അവിടെ പോയി കമന്റ് ഇടും. ഇടയ്ക്ക് എൻ്റെ വീഡിയോയിലും കമന്റ് ഇടാം. അപ്പോൾ എന്തായാലും നാളെ ഒരു ഗ്രാൻഡ് ലോഞ്ച് 2.0 അതായത് വെർഷൻ 2 എന്നൊക്കെ പറയുന്ന പോലെ ഒരു പുതിയൊരു പരിപാടി ബിഗ് ബോസ് മാറ്റിപ്പിടിക്കുന്ന രീതിയിൽ 6 പേരെ രണ്ടാമത് എൻട്രി ആക്കി ഇടുന്നതാണ്. അപ്പോൾ സാധാരണ വൈൽഡ് കാർഡുകളൊക്കെ നോർമലായിട്ട് വീക്കെൻഡിൽ അല്ലാണ്ട് ഒക്കെ ആയിട്ട് കയറി വരുന്നതാണ്. അപ്പോൾ ഇത് ഒരു 6 പേര് ഒരുമിച്ച് കയറ്റി വിടുന്ന പുതുമയാണ്. അപ്പോൾ നമ്മൾ നോക്കി കാണാണ്ട് ഇവർക്ക് കയറ്റി വിടുമ്പോൾ ഇവർക്ക് എന്തെങ്കിലും സ്പെഷ്യലായിട്ടുള്ള പവർ കൊടുക്കുമോ, അവർക്ക് എന്തെങ്കിലും പ്രത്യേകതകൾ ഉണ്ടാവുമോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. എന്താണെന്ന് വെച്ചാൽ മാറ്റിപ്പിടിക്കലാണല്ലോ. അപ്പോൾ എന്തായാലും അവർ വെറുതെ അങ്ങോട്ട് കയറ്റി വിടില്ല, എന്തെങ്കിലുമൊക്കെ ഒരു പവർ കൊടുത്തിട്ട് തന്നെ ആയിരിക്കും കയറ്റി വിടുന്നത്. പിന്നെ ഈ കയറി പോണവരുടെ ഗെയിം നമുക്ക് ബിഗ് ബോസ് ഷോയുടെ ഇതുവരെയുള്ള ഒരു മുഖച്ഛായ, അതായത് ബിഗ് ബോസ് സീസൺ 6ൻ്റെ ഇതുവരെയുള്ള ഒരു മുഖച്ഛായ മാറ്റുമെന്ന് തന്നെ പറയണം. കാരണം നമ്മൾ ഒരുപാട് എക്സ്പെക്ട് ചെയ്തതാണ് നല്ലൊരു വൈൽഡ് കാർഡ് വന്ന് നല്ല ഗെയിമുകൾ വേണം എന്ന് എക്സ്പെക്ട് ചെയ്തതാണ്. അപ്പോൾ വൈൽഡ് കാർഡുകളുടെയൊക്കെ എൻട്രി ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കാം. അപ്പോൾ അതുവരെ ബൈ.